9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൂട്ടുകാർ കൂട്ടം ചേർന്ന് കൊണ്ടുപോയി പീഡിപ്പിച്ചു. ജ്യൂസിൽ വിഷം കലർത്തിയാണ് ബോധം കെടുത്തിയത്. അച്ഛന് ഈ ജാതി വാർത്ത അല്ലാണ്ട് വേറെ ഒന്നും വായിക്കാല്ലേ? നേരെ വെളുത്ത ഈ പീഡന കേസാ വായിക്കാറുള്ളൂ. അതൊക്കെ ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലടാ. അത് വേറെ എഴുതിയിട്ടുണ്ടല്ലോ ഓരോന്നതില്, അതൊക്കെ വായിച്ചൂടെ? വേറെ ഒരെണ്ണം. 18കാരന്റെ കൂടെ 45കാരി ഒളിച്ചോടി പോയി. 2 കുട്ടികളുണ്ട്. എന്താ കഷ്ടന്നാലോചിക്കേ. കൗസല്യേ, കൗസോ, കൗസല്യേ. എന്താടാ ചെവി ഓട്ടിക്കണത്? ചെവിയാക്കൂലേ? എന്താ പറഞ്ഞാൽ മതി. ആ കുട്ടിയുടെ എത്തിയില്ലല്ലോ അത്ര നേരായിട്ട്. ഞങ്ങളുടെ എത്തിക്കോളിന് ആ കുട്ടി ടൂറ് പോയതല്ലേ? ഇങ്ങോട്ട് വരും വരും പറഞ്ഞ അച്ഛ എപ്പോ വരും പറഞ്ഞ ഉച്ചക്ക് എത്തുന്ന് പറഞ്ഞ ഇപ്പൊ സമയം എത്രയായി? അങ്ങോട്ട് വരും. ഒറ്റയ്ക്കൊന്നല്ല പോയത്, വേറെ കുട്ടികളില്ലേ? പിന്നെ അല്ലേ നിങ്ങൾക്കൊന്നൊരു കൂസലെന്ന് പറഞ്ഞില്ലാട്ടാ. പഠിക്കണ സമയത്ത് എന്നെ ഒരു സ്ഥലത്ത് വിട്ടിട്ടില്ല. അതിപ്പോ ജോലിക്ക് കിട്ടിയ ശേഷമാണ് അവരോടൊപ്പം ഒന്ന് പോയത്. ആതിരപ്പള്ളി വരെയല്ലേ പോയിട്ടുള്ളൂ. അതിങ്ങെത്തും എന്തൊരു ടെൻഷനാണ് ഇതിങ്ങനെ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് കാലം. പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കൊന്നും. കണ്ട ആമ്പിള്ളേരുടെ കൂടെ ചിറ്റാൻ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? എടാ നീ പറയണത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നിനക്ക് മാത്രമേ ഈ പഞ്ചായത്തിൽ പെൺകുട്ടികളുള്ളൂ. പെൺകുട്ടികൾ വേറില്ലേ? ഒരുപാട് കുടുംബങ്ങളിലില്ലേ? ആ കുട്ടികളുടെ കാര്യം നോക്കലല്ല എന്റെ പണി. എനിക്ക് എന്റെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. വേറെ ഒരു രക്ഷിതാവും ഇല്ലാത്തത് എണ്ണം തരാൻ നിനക്കേ. അച്ഛ എനിക്ക് ഇപ്പോഴത്തെ ആമ്പിള്ളേരുടെ കാര്യം കൃത്യമായിട്ട് അറിയാം. നിനക്കറിയാന്നുള്ള എനിക്കറിയാം. എന്താ അറിയാത്? അല്ല ഇപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പോട്ടെ. ഇനിയിപ്പോ മറ്റതെവിടെ? രണ്ടാമത്തെ അതിനെ കാണാനല്ലോ. ഓ അത് സ്കൂളിൽ നിന്ന് വരണ്ടേ? വരാൻ സമയാവണേ ഉള്ളൂ. ഒരെണ്ണത്തിന് വകതിരിവ് എന്ന് പറഞ്ഞില്ല അവിടെ. പിന്നെന്താ ചെയ്യാ? എടാ കുട്ടികൾക്കൊക്കെ നല്ല വകതിരിവുണ്ട്. വകതിരിവില്ലാത്തത് നിനക്കാണ്. നല്ല ലക്ഷ്മി അത് വേണ്ടിയിട്ടാണ് കടന്ന്. എന്റെ അമ്മ അതാണ് ഡ്രസ്സൊക്കെ ആയിട്ട് ഫ്രീക്ക് ആയിട്ടാണ് പുതിയ ഡ്രസ് ഇട്ടോണ്ടിരിക്കണ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ സ്കൂളില്. എന്റെ വൈകി അത് ഈ ബസ്സൊന്നും വരയ്ക്ക് കയറ്റുന്നില്ല. ഒരു മാരിയാണ്. ഞങ്ങൾ വന്നൊന്നിരിക്ക. ഞങ്ങളായിട്ടാണ് ഒറ്റ പോക്കണ്. അച്ഛ 4 മണിക്ക് വരുന്ന പെണ്ണാ. മണി 4:30. എടാ അവള് വന്നില്ല. പിന്നെ എന്തിനാ നിന്നിട്ട് കുറയ്ക്കാൻ നിൽക്കണത്? എന്തായാലും കൊടുക്ക്. എന്തായാലും കഴിച്ചോട്ടെ. നമുക്ക് എന്തായാലും എടുത്തു കൊടുക്ക്. കഴിച്ചുമാ. നോട്ടം കണ്ടാ കണ്ടാ ഒരൊറ്റ കുത്ത കൂടെ കൊടുക്കാനോ. നീ എവിടേക്കാ പണി? അതിന് ഭക്ഷണം കൊടുക്ക്. എന്റെ പൊന്നെ, ഞാൻ തുണി എടുക്കാൻ പോവാ. തുണി കൊടുത്തിട്ടില്ല ഇതുവരെ. നീ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എടാ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കണത്? നീ എന്ത് കാര്യത്തിൽ? അച്ഛ എനിക്ക് 2 പെൺകുട്ടികളാ. അച്ഛനൊരു ആൺകുട്ടിയായിരുന്നു. അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നീ 4 മണിക്ക് കടറ അവിടെ വരാ പറഞ്ഞല്ലേ? ഇതെന്താ ഇറങ്ങാത്ത? അല്ല ഞാനേ ആ പെൺകുട്ടീനെ കാണാണ്ടേ അതിന്റെ ഒരു ടെൻഷനില്ല. ലക്ഷ്മിയെ പോവാന്നാ. ഞാനേ ആ ഫോണൊന്നും എടുക്കട്ടെ കേട്ടോ. ലക്ഷ്മിയെ ലക്ഷ്മിയെ ഫോൺ എടുത്ത മോളെ. എന്തൊക്കെ ഉണ്ട് കൗശി ചേച്ചി? സുഖം തന്നെയല്ലേ? എന്ത് സുഖം. അങ്ങനെയൊക്കെ അങ്ങ് പോണു ചേട്ടാ. ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. ഓ എന്റെ പൊന്ന് ചേട്ടാ, ഈ ശീതളേട്ടന് എന്തൊരു ടെൻഷനാ. ഇന്ന് ദമയന്തി പോയതിന്റെ ടെൻഷൻ. എവിടെ പോയി? അവള് ടൂറ് പോയേക്കാണേ ആതിരപ്പള്ളിയില്. ഒറ്റയ്ക്കാണോ? അല്ല, ഓഫീസിലെ എല്ലാ സ്റ്റാഫും കൂടെ ആയിട്ട് അവള് പോയേക്കാണ്. എന്താ ടെൻഷൻ അടിച്ചേ? എനിക്കറിയാൻ പാടില്ല എന്തൊരു ടെൻഷനാണോ ആ മനുഷ്യൻ കാണിക്കുന്നത്. സുഖ പൂവല്ലേ എന്നാ? നീ അവിടെ കൊഞ്ചു കണ്ട കുട്ടിക്ക് ചോരെടുത്ത് കൊടുക്ക്. ഓ കൊഞ്ചി കുഴയാൻ പറ്റിയ ഒരു പ്രായം. ഞങ്ങള് പോട്ടെ. പോന്നില്ലേ? ഹലോ. ആ
എന്തായി മോള് വന്നോ? വരണ്ട സമയം കഴിഞ്ഞല്ലോ ഇപ്പോ. ആ ശരി, വന്നോടനെ വിളിക്കട്ടോ. ശരി ശരി. ഇവനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്ത് ഒരു കമ്പിന്റെ മുകളിൽ സാരി ഉണ്ട്, അതിന്റെ പിന്നാലെ പോയിരുന്ന മനുഷ്യനവൻ. നാട്ടിലത്തെ പെമ്പിളർക്ക് കുളിമുറിയിലോ പോണക്കടവിലോ കുളിക്കാൻ പറ്റുവാ? ബസ്സിലത്തെ കഥ അറിയില്ല എനിക്ക്. ആ ഒരു പെണ്ണിന്റെ ബാക്കിലാണ് കയറി പിടിച്ചിട്ട് അപ്പുറത്തിരുന്ന മാഷനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട്. പിന്നെ സുഗതതൊക്കെ പണ്ടത്തെ ഓരോ കാര്യങ്ങളല്ലേ. ഇതെന്തിനു നിങ്ങൾ ഇപ്പൊ കുത്തി നോക്കിയിട്ട്? അതെ, എന്റെ 2 പെമ്മക്കളെ അറിയില്ലേ നിങ്ങൾ? മുതിർന്ന് കണ്ടില്ലേ? 2 പെൺമക്കൾ ഉണ്ടാവും വിചാരിച്ചിട്ടാ. എടാ, പത്രത്തിലത്തെ ഓരോ വാർത്തകളൊക്കെ ഒന്ന് കേട്ടു നോക്കി, എന്താ അവസ്ഥ? ആ അത് നമ്മളൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു പത്രത്തിലെ ഈ വാർത്തയൊക്കെ. തന്നെ പോലുള്ളവരുടെ പെരുമാറ്റം കാരണം എന്ന് കരുതിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും അങ്ങനെയൊന്നും കരുതരുത്. നീ ഞങ്ങളെ വരെ സംശയിച്ചില്ലേ? നിന്റെ വീട്ടിൽ ഞങ്ങൾ കയറ്റുണ്ട, കയറി വഴിക്ക് നീ ഒരു കാരണം പറഞ്ഞിട്ട് കൂട്ടിട്ട് വന്നില്ല ഞങ്ങളെ. ഇതൊന്നും അല്ലാതെ സ്വൈരായിട്ടിരുന്ന് സംസാരിക്കാൻ വെച്ചിട്ട് വിളിച്ചു. വേറായിട്ടിരുന്ന് സംസാരിക്കാൻ എല്ലാവരും എന്നെ പോലെ ഒന്ന് കരുതരുതടാ നീ. ആ ഹലോ. ആ വന്നോ? ആ ഇത്രയും ആ ആ ശരി ശരി ശരി. ആ ഞാൻ പോരാ. ആ അല്ല, അങ്ങനെ പേടിയാണെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടണ്ടേ? നിങ്ങൾ ഫാമിലി ആയിട്ട് പോയാൽ മതി ടൂറേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവറ്റൊക്കെ കൂടി കുത്തി തിരികെ പോവാന്ന് പറയുമ്പോ കൂട്ടുകാരുടെ കൂടെ നീ പ്രായമായ പെൺമക്കളുടെ അവരുടെ കൂടെ പോ. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ശല്യമുള്ളവരൊക്കെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാലോ. എന്റെ സ്വഭാവം അതായിരുന്നില്ലേ? നീ ഒന്നും ഉണ്ടായിരുന്ന സുഖമായി തൊട്ടനെ വിളിച്ചൊക്കെ പറയണത് അല്ല. പിന്നെ ചെല്ലേ. ശരി. ടെൻഷനേ ആവശ്യമില്ല. ടെൻഷനാ. കല്യാണം കെട്ടുന്ന ചൊറിയില്ല. അച്ഛന്റെ അമ്മയുടെ സ്വഭാവമാണ് പകുതി കുട്ടികൾക്ക് കിട്ടേ. ഇവന്റെ സ്വഭാവം അങ്ങനെ ഇവന്റെ പെൺകുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ള പേടിയാണ് അവനെ. ടെൻഷൻ ഉണ്ടാവും. നമ്മള് കല്യാണം കഴിച്ചിട്ടാ കുട്ടികളും ഇല്ല, ഒരു പരിപാടിയും ഇല്ല, ഒരു ടെൻഷനില്ല. ടൂറും പെട്ടോ ഒന്നും പോട്ടാ. അതിനൊക്കെ ഒരു യോഗം വേണം. അതില്ലാത്തതിന് നീ അതിൽ സമാധാനിച്ചിട്ട് കാര്യമില്ല. എന്റെ ജമ്മ അങ്ങനെ പോകും. ഓളെ പറഞ്ഞ ശരിയായിരിക്കുവാ. കൗസല്യേ, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ലൊരു ചെക്കൻ ഈ പെണ്ണിനെ ഇങ്ങനെ തേരാപ്പാര നടത്താതെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത ഒരു സമാധാനം ഉണ്ട്. എടാ, നിന്റെ സമാധാനത്തിന് അവളെ കല്യാണം കഴിപ്പിക്കൽ നടക്കുവോ? അത് തന്നെ, അവളൊന്നും സമ്മതിക്കണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് വളർത്തിണ്ടാക്കിയ കുട്ടിയല്ലേ അവള്. അവളുടെ പഠനവും കഴിഞ്ഞപ്പോ ഒരു ജോലിയായി. ഇനി മൂക്കിൽ പല്ല് മുളക്കാൻ കാത്തിരിക്കാണോ നിങ്ങള്? അതെ, ഇപ്പോഴത്തെ കുട്ടികളാണ്. അവർക്ക് ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നാളെ ജോലി ചെയ്യണം, അത് കഴിഞ്ഞ് കല്യാണം എന്നൊക്കെ. ഇപ്പോഴേ അങ്ങ് കെട്ടിച്ചു വിടുവാണോ? അത് പറഞ്ഞവന്റെ തലയെ കയറണ്ടേ? നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിൽ ശരി, അവളുടെ കല്യാണം ഞാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നടത്തും. എരിവുള്ള മിച്ചറല്ലേ? ഞായറാഴ്ച അല്ല, ഒരു ചെറിയ പരിപാടിയാ. എരിവുള്ള മിച്ചറാണ്. ഒരു കപ്പലിന്റെ മസാല കപ്പലിന്റെ 60. വ്യാരിജാതനല്ലേ? അതെ. ഈ മന്ദാകിനിയുടെ മകൻ. ആ അമ്മനെ അറിയോ? താൻ ഈ ശീതളന്റെ മോള് ദമേന്ദ്ര കൂടെ അല്ലേ ജോലി ചെയ്യുന്നത്? ആ ദമയന്തി എന്റെ കൂടെ ജോലി ചെയ്യണ. ദമയന്തിയുടെ ആരാണ്? ദമേന്ദ്രയുടെ ഞാൻ ആരുമല്ല. ദമേന്ദ്ര അച്ഛൻ ശീതളന്റെ കൂട്ടുകാരനാ. ഓഹോ. ഞാൻ ഈ ഏരിയത്തെ ലോക്കൽ സെക്രട്ടറി ആണ്. ഓ സന്തോഷം. ഇതാരാണെന്ന് അറിയാം? ഇല്ല. CI. തീരുമാനമൊക്കെ അതിനോട് കാര്യം പറഞ്ഞു. നീ എങ്ങനെ പോണ്? ഞായറാഴ്ചയാണ് കമ്പനി കൂടാനാണ് ആള് പോക്കാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോന്നേ. എന്താണോ നിനക്കിപ്പോ എന്താ ഈ ശീതളന്റെ മോളായിട്ട് ബന്ധം? ഇത് ദമയന്തിയാ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതെന്താണ് നീ ശീതളന്റെ മോളെ തന്നെ ഇഷ്ടപ്പെടാൻ കാരണം? അവളൊരു പെണ്ണായതുകൊണ്ട്. എന്തേ? അങ്ങനെയല്ലല്ലോ. നീ അവിടെ വേറെയും കുറെ സ്ത്രീകളുണ്ടല്ലോ. നീ എന്താ ഈ കുട്ടീനെ തന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്നാണ് ചോദിച്ചോട്. എന്റെ ചേട്ടായി, ഞാനും അവളും ഇഷ്ടത്തിലാണ്. അവൾക്ക് എന്നെയും ഇഷ്ടമാണ്. അത് എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അത് കാരണം ഉണ്ടായിട്ട്. എന്ത് കാരണം? അതേ, ഈ ശീതളിനില്ല അവളുടെ അച്ഛൻ എന്റെ അമ്മനോട് ചെയ്ത എന്താണെന്നൊക്കെ അമ്മേനോട് കഥ പറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് ഇപ്പോഴും അതിൽ പ്രയാസമുണ്ട്. എന്റെ ചേട്ടാ, നിങ്ങളെ എനിക്കറിയാം. നിങ്ങൾ ശീതളിന്റെ കൂട്ടുകാരനാണെന്നും അറിയാം. എന്നെ പേടിപ്പിച്ച് പിന്മാറ്റാൻ വന്നാണെന്നും എനിക്ക് മനസ്സിലായി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ അവളെ സ്നേഹിച്ച് വഞ്ചിച്ച് തേച്ചൊട്ടിച്ചിട്ടേ പാനി പോവുള്ളൂ കേട്ടാ. അതൊന്ന് പറഞ്ഞു തരി.
അല്ല ആദ്യം നിങ്ങളുടെ കൂട്ടുകാരന്റെ മോള്, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ, പിന്നെ നേരം കിട്ടിയാൽ നിങ്ങളും കളിക്കാൻ നിൽക്കല്ലേ. അതെ, ഇവിടുത്തെ കമ്മീഷണർ ആരാന്നറിയോ? എന്റെ അമ്മാവനാ. വലിയ പാർട്ടിയാണ്. നിങ്ങളെ കേട്ടത് CI കമ്മീഷൻ അല്ല പ്യാരി, നീ ആ പെണ്ണായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അവരോടൊക്കെ വേറെ എന്ത് പറയാനാടാ. അതെ, അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി നരമ്പൻ ഞാൻ കൈയോടത്ത് പൊട്ടിച്ചു. എന്ത്? അത് ആ സ്പിരിറ്റിൽ പോയി. എന്ത് പൊട്ടിച്ച്? നരമ്പ പൊട്ടിച്ചു, അതിന്റെ പൈസ കൊടുത്ത. ഇതിനെത്ര ഏട്ടാ? 15. ഇതൊന്നിന് പുറത്തു പറയാൻ നിൽക്കണ്ട. എവിടെ ഏട്ടാ മറ്റേത് ഗൂഗിൾ പേ? ഇന്നത് കൊടുക്ക് പൈസ. അതെ, ഇവ ഇവിടെ നിൽക്കും, ഞാൻ പൈസ ആയിട്ട് വരാം. വരും. നീ ഇവിടെ നിന്നോ. ഞാൻ പൈസ വേണ്ടേ? നീ ഇവിടെ നിൽക്ക്. അതെ, നല്ല നരമ്പനാ, ഒറ്റ അടിക്ക് പൊട്ടിപ്പോയി. ഞാൻ പോയിക്കോട്ടെ. ഓ നല്ല മനുഷ്യനാ. നീ എന്താ ചെയ്യണേ? ഞാൻ പഠിക്കണു. മൊബൈലിലാ? അല്ല, അത് പിന്നെ കുറെ നേരമായാലും പഠിക്കണു. പഠിച്ച് ബോറടിച്ചപ്പോ ഇച്ചിരി നേരം റീൽസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ ആരെ ചാറ്റ് ചെയ്തായിരുന്നേ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡൗട്ടൊക്കെ ചോദിച്ചു. എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക്? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ആൺപിള്ളേരാ പെൺപിള്ളേരാ? അതിപ്പോ എല്ലാവരും ഉണ്ട്, എല്ലാ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാ ബോയ്സ് ഫ്രണ്ട്സ് വേണ്ട, പെൺകുട്ടികളായിട്ടുള്ള കണക്ഷനൊക്കെ വെച്ചാൽ മതി കേട്ടാ. ഒന്നും അത്ര നല്ല കാര്യമല്ല. പഠിക്കാൻ പോകുമ്പോ പഠിക്കുക, അല്ലാണ്ട് കണ്ട ആൺപിള്ളേരുടെ കൂടെ ഒന്നും കറങ്ങി കിടക്കാൻ നിൽക്കരുത്. പരീക്ഷ എടുത്തില്ലേ? ഇനി കുറച്ചൊക്കെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ പഠിക്കാൻ നോക്ക് ശരിക്കും കേട്ടോ. ഏതാ വിഷയം? ഇത് മാത്സ്. ഏതാ ഈ സുരേഷ്? അതെന്റെ ഫ്രണ്ടാണ്, കീർത്തി എന്നാണ് അവളുടെ പേര്. അച്ഛൻ്റെ പേരാണ് സുരേഷ്. ഞങ്ങൾ അങ്ങനെ വിളിക്കണേ, കളിയാക്കി. ഈ ജാതി കളിയാക്കലൊക്കെ അച്ഛൻ കുറെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അച്ഛൻ എന്ത് പണിയാണ് അച്ഛാ കാണിച്ചത്? എന്താടി? അച്ഛന്റെ കൂട്ടുകാരി പ്യാരിയേട്ടനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ചൂടായി എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. പ്യാരിയേട്ടനാ? പ്യാരിജാതൻ ചേട്ടൻ. ഞങ്ങൾ ഒന്നിച്ചല്ലേ വർക്ക് ചെയ്യണത്, അച്ഛൻ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓഫീസിൽ എങ്ങനെ കയറി ചെല്ലും? നീ 2 കാലുകൊണ്ട് നടന്ന് അങ്ങോട്ട് കയറി ചെല്ലണം. എന്ത് വർത്താനീ പറയണ നീ അച്ഛാ? കിടന്ന് തുള്ളല്ലടി. എനിക്ക് കാര്യങ്ങളൊക്കെ കുറെ എനിക്കറിയാം. എന്തറിയാന്ന് അച്ഛൻ ഈ പറയണേ? എന്ത്? എന്താ? മാന്യ മര്യാദയായിട്ട് ജീവിക്കുക. വെറുതെ അനാവശ്യമായിട്ട് കണ്ട പിള്ളേരുടെ കൂടെ കറങ്ങിയാലും നടന്നാണ്ടല്ല കാലിയാൻ തല്ലിയാൻ മുറിക്കും. അതൊന്നും അച്ഛൻ പറയേണ്ട ആവശ്യമില്ല. എന്ത് പറയേണ്ട ആവശ്യമില്ല? ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള കാര്യമോ? അപ്പൊ ഞാനെന്തിനാണ് നിന്നൊക്കെ വളർത്തി ഉണ്ടാക്കിയത്? എന്ത് പറഞ്ഞു? എന്താ നീ ഉദ്ദേശിക്കണ? ആ ദേഷ്യം വരുന്നത് നീ അവിടെ അകത്ത് പോയിരിക്കേ. നീ അടഞ്ഞ അവിടെ പോയിരിക്കേട്ടാ. മര്യാദക്ക് എല്ലാം കൂടി ഇവിടെ കഴിഞ്ഞ എല്ലാത്തിനും നല്ലത്. അച്ഛൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാ. നീ പോ. സംസാരിക്കാൻ വന്നേക്കണം അവിടെ. കേട്ടല്ലോ? അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം ഇവിടെ. 2 കൂടിയാ പറയണേ ഞാൻ. എല്ലാ അവന്മാരെയും എനിക്കറിയാം കൃത്യമായിട്ട്. ഇവന്റെയൊക്കെ മനസ്സിലിപ്പോ എന്താന്ന് എന്നെ പഠിപ്പിക്കണ്ടെന്നേ ഉള്ളൂ കേട്ടാ. ഇതവിടെ ഇരിക്കട്ടെ, നീ പഠിക്കും മര്യാദക്ക്. എന്നിട്ട് എടുത്താൽ മതി മൊബൈല്. ആൺപിള്ളേരായിട്ട് ചുറ്റി കറങ്ങാൻ വേണ്ടി എന്ത് ഇവിടെ സമരം വല്ലതുണ്ട്? കുറച്ച് പച്ചരി വേണമായിരുന്നു. പച്ചരി ഇന്നലെ തന്റെ ഭാര്യയും മക്കളും വന്ന് മേടിച്ചോണ്ട് ഇത് അങ്ങനൊന്നും അല്ലെന്ന്. നിങ്ങളൊരു കാര്യം, കുറെ മഞ്ഞക്കാട്ടുണ്ടല്ലോ, അതിൽ ഒരു മഞ്ഞക്കാട്ടിന്റെ പച്ചരി എനിക്കൊന്ന് മറിച്ച് തന്നെ. പണ്ടത്തെ കാലം പോലല്ല, അങ്ങനെ തരാൻ പറ്റത്തില്ല. ഉണ്ണി പോയാൽ ചില മനുഷ്യനെ കിടത്താതെ.
എന്റെ കുഞ്ഞ് പട്ടിണിയിലാ. ഭാര്യയും മോനും കൂടെ ഇന്നലെ വന്ന് അരി മേടിച്ചോണ്ട് പോയില്ലേ, പിന്നെങ്ങനാ പട്ടിണിയാകുന്നേ? എന്റെ കാട്ടിലെ രാജാവ്, എന്റെ പച്ചേരി കൊമ്പൻ. ഒന്നും കഴിക്കാത്ത കുറെ ആയി. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് കഴിക്കാൻ അരിയില്ല, അന്നേരം കാട്ടി കിടക്കുന്ന കൊമ്പനെ താനൊന്ന് പോയൊന്നു ചുമ്മാ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോ ഒരു 5 കിലോ തന്നാൽ ഞാൻ കൊണ്ടുപോകും. എന്റെ പച്ചേരി കൊമ്പൻ വരും, മൊത്തം എടുത്തിട്ട് കൊണ്ടുപോകും. ഉറപ്പാണ്. എന്താക്കുന്നു പറ. തനിക്ക് 5 കിലോ തരാം. ആ ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഞാൻ ആവർത്തിക്കൂല. കൊമ്പന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല. വേന്താ പാവം വേഷത്തിന് കണ്ണാണെന്നുണ്ടാവില്ല ഇനി. വിടർത്തി അങ്ങോട്ട് പിടി. ഒരു 2 കിലോ കൂടെ തന്നെ. ഇതൊക്കെ തന്നെ ഉണ്ണി. എന്ന് മനുഷ്യങ്ങ പറഞ്ഞു, ഒരു മനുഷ്യൻ നമുക്ക് 1 കിലോക്ക് 4 കുണ്ണ. ഇത് കൊണ്ടുപോകുന്നുണ്ടോ? ഇതും കൂടെ ഞാൻ മേടിച്ച് ഇവിടെ വെക്കും. ഒന്ന് പോയെ, ഭ്രാന്ത് പിടിച്ച ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? ഇതെടുത്തോണ്ട് അല്ല, ഇതെടുത്തോണ്ട് പോകുന്നു. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി. സ്കൂളുകളിൽ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം പഠിക്കുന്ന അക്ഷരമാണ് ആ. ആയിൽ നമ്മൾ തുടങ്ങുന്നത് അമ്മയിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ല് നിൽക്കുന്നത് ആനയിലാണ്. ആനയെന്ന് നമ്മളന്ന് പഠിക്കുമ്പോൾ ആനയുടെ വലിപ്പം ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അത് തെളിയിച്ചിരിക്കുകയാണ് പച്ചരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന. അത് നമ്മളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പച്ചരിക്കൊമ്പൻ്റെ വാസപ്രദേശത്താണ് നിൽക്കുന്നത്. ധാരാളം ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായിരിക്കുകയാണ്. മൃഗങ്ങൾക്കിടയിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. വേറെ ഒരു മൃഗത്തിനും കിട്ടാത്ത ഒരു പരിഗണനയാണ് പച്ചരിക്കൊമ്പന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പച്ചരിക്കൊമ്പനെ കുറിച്ച് വാ തോരാതെയാണ് സംസാരിക്കുന്നത്. ഇത്രയും ഇഷ്ടം പച്ചരിക്കൊമ്പനെടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് പച്ചരിക്കൊമ്പൻ്റെ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ഒരു ചേട്ടൻ ഇവിടുത്തെ ഒരു കർഷകനാണെന്ന് തോന്നുന്നു. എന്താണ് അദ്ദേഹത്തിന് പച്ചരിക്കൊമ്പനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ ചേട്ടനിലേക്ക് പോവാം, ചേട്ടൻ്റെ വാക്കുകളിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. 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 അപ്പൊ ഞങ്ങള് മലയാള ദേശം ചാനലിൽ നിന്നാണ്. ടി.വിക്കാരാ? അതെ ടി.വിക്കാരാ. അപ്പൊ നമ്മുടെ ഈ പച്ചരിക്കൊമ്പൻ ഈ പ്രദേശത്ത് എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഈ പച്ചരിക്കൊമ്പൻ പ്രദേശത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ടി.വിക്കാരാണ് കണ്ണിലുണ്ണിയാണെന്ന് പറയണത്. അതിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കാട്ടിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീനെ പോലെ പ്രാന്തായിട്ടുള്ള ചിലർ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാടും പിടിച്ചിട്ട് ഇതിനെ വിടരുത്, ഇതിനെ നമ്മുടെ നാട്ടിൽ നിർത്തണം എന്ന് അവനങ്ങനെ പറയും. അവൻ ആനയുടെ വിഷമം മനസ്സിലായിട്ടില്ല. അവൻ ഏത് നേരം വീബറേജിന്ന് മദ്യം കഴിച്ച് പാമ്പായി നടക്കണവനാണ്. പാമ്പിന് എങ്ങനെയാണ് ആനേനെ പേടിയുണ്ടാവുക? അല്ല, ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു പച്ചരിക്കൊമ്പൻ ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ്, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ കുട്ടിയെ പോലെയാണ്. എന്നാൽ അവരോട് എടുത്ത് പാല് കൊടുക്കാൻ പറയും. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. എന്റെ 1 ഏക്കർ സ്ഥലത്തുള്ള വാഴത്തോട്ടാണ് ഈ പറയണ ഈ നശിച്ച ജന്തു ചവിട്ടി നശിപ്പിച്ചത്. എനിക്ക് പ്രാവശ്യം നെല്ലിറക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കൃഷി സ്ഥലത്ത് വന്നിട്ട് മൂത്ത് വളഞ്ഞ നെല്ല് മുഴുവനും പറിച്ച് തിന്നാണ് അവൻ. കുടുംബത്തിൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. പെരയുടെ പിന്നാപ്പുറത്ത് വന്ന് വീട് കുത്തി പൊളിച്ചിട്ടാണ് അരി എടുത്ത് തിന്നണത്. സ്കൂൾ വിട്ടാൽ കുട്ടികൾക്ക് പോകാൻ പറ്റണില്ല. റോട്ടിലെ വന്നിങ്ങനെ നിൽക്കാണ്. 2 പേരെ ചവിട്ടി കൊന്നെങ്കിൽ നികൃഷ്ട ജീവിനാണ് നിങ്ങൾ ഇങ്ങനെ സൂപ്പർ സ്റ്റാർ പോലെ ആക്കണത്. അല്ല, ഇതിപ്പോ ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര മോശമായിട്ട് ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ ഈ കണ്ണി കണ്ടവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചുരുക്കി പറ, ഒരു പെൺകുട്ടി തന്നെ പറയുകയുണ്ടായി, ഞാനൊരു പിടിയാന ആയിരുന്നെങ്കിൽ പച്ചരിക്കൊമ്പനെ കല്യാണം കഴിച്ചിരുന്നത്. അതിനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ആ പെണ്ണിന് പിരാന്താണ്. ആരാത് എഴുതണ പോലെയല്ല. ആ ജന്തുവിന് മുമ്പിൽ കണ്ടു നോക്കട്ടെ ഈ പെണ്ണ് എന്താ പറയാന്ന്. അല്ല ചേട്ടാ, എന്നാലും പച്ചരിക്കൊമ്പനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയാം. അത് നിങ്ങൾക്ക് നല്ലതും എന്തെങ്കിലും പറയാം. നല്ലതെങ്കിലും പറയേണ്ടത്. കുടുംബം നശിപ്പിക്കണമെങ്കിൽ ജീവിനെ കാട്ടിലെ കഴിയേണ്ട ജീവിനെ കാട്ടിൽ വിടണം. അതിന് നാട്ടിൽ അല്ല. എനിക്ക് വേറൊരു കാര്യം പറയാം. നമ്മൾ കർഷകരുടെ ബുദ്ധിമുട്ട് ഇല്ല, ഞങ്ങൾക്ക് ഇത്ര ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് മതി, ഇത്ര തന്നെ ഞങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് അതോ മനുഷ്യന്റെ ഭാഗത്താണ്? നമുക്കിത് വിടാൻ പറ്റില്ല. കട്ട് ചെയ്തു, ഇത് കാണിക്കാൻ പറ്റില്ല. കട്ട് ചെയ്തു.
They're backing off and backing off! It's a wonder goal by Lionel Messi! A hat-trick for Lionel Messi! ആരത് ഈ നേരത്ത്? എന്താണ്? അല്ല നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്ത? എന്നിട്ട് ഞാനേ അന്നോടക്ക് ഇഷ്ടമല്ലാണ്ടെന്നല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായി മൂപ്പര് സീനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറും. അതേ വരാത്ത ഞാൻ അങ്ങോട്ട്. വാപ്പ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇന്നെ മോനെ കാണണമെന്നൊന്നും ഇല്ല. പിന്നെ കാണണ്ടേ, എന്റെ മെസ്സി മുത്തനെ കാണണ്ടേക്ക്. ഞാൻ വരാണ്ട്. ഞാൻ ഇത്തിരി വൈകി കിടക്കാൻ വൈകി. ഇന്നലെ യങ്സ്റ്റേഴ്സിന്റെ മാച്ച് ഉണ്ടായിരുന്നേ പാറയമ്പലത്ത്. ഇവരൊക്കെ കളിക്കണ്ടായിരുന്നു, രാജും രജും കളിച്ചിട്ടുണ്ടായിരുന്നു, സലാമക്കായിരുന്നു കൂടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വൈകി. അങ്ങോട്ട് വരില്ലേ? ഞാൻ വിളിക്കാം, ഞാൻ നിക്കണുള്ളൂ. മുത്തേ, ഗുഡ് മോർണിംഗ് ട്ടോ. ഉഷാറാക്കണം. പെട്ടൊക്കെ എടുക്കിച്ചു കേട്ടോ. ധാരപ്പത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണ അത് മഞ്ഞ കളറ് തേങ്ങ. ഈ തേങ്ങൊക്കെ വെട്ടി കളയാൻ വേണ്ട. ആദ്യം പച്ചയും പിന്നെ കഴിഞ്ഞാ മഞ്ഞ. അലാക്ക് കള്ളം നായിനെ എന്താ വേണ്ടിച്ചണ്ട. ഇവനോട് ഞാൻ എന്തെന്നപ്പ പറഞ്ഞു? എന്താ പറഞ്ഞു? കാണിച്ചെന്റെ കള്ളം നായി എന്നോട് എന്തെന്നാ ഞാൻ പറഞ്ഞത്? എന്ത് പണിയാട്ട്? ഇക്കൊരു കാര്യം ഇപ്പൊ എന്നോട് അറിയാണ്ട്. ഈ റോസപ്പൂവിന്റെ കളർ എന്താണ്? അപ്പൊ അതെനിക്കറിയാം. എന്നിട്ട് എന്തിനാണ് ഈ മഞ്ഞപ്പൂവിന്റെ അടുത്ത് കൊടുത്തയച്ചായി? ഇജ്ജ് തരുമ്പോ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിപ്പോ വിരിഞ്ഞപ്പോ അത് മഞ്ഞാണ്. അനക്കറിയില്ലേക്ക് മഞ്ഞപ്പൂ ഇഷ്ടമല്ലാന്ന്. ആ റോസ ചോദിച്ചാ ഈ റോസ അല്ലെങ്കിൽ ആ ചൊന്ന റോസാപ്പൂ ഉണ്ട്, അത് ഇങ്ങോട്ട് തരിക വേണ്ടേ? അനക്കറിയാൻ എനിക്ക് വിഷും കൂടി ഇഷ്ടമില്ലാത്ത ഈ കൊന്നപ്പൂ വിരിയണ മാസമായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത. ഇജ്ജ് മര്യാദ പൂ മാറ്റി കൊണ്ടുവന്ന കന്നോട് ഞാൻ നീലക്കുറിഞ്ഞല്ലേ ചോദിച്ചാ. അപ്പൊ ഇജ്ജ് പറഞ്ഞെന്താ 12 വർഷം കഴിയുമ്പോ തരാന്ന്. ആ ജാതി കളിയാക്കലും കണ്ടിച്ച് തന്ന സാധനമാണിത്. വേസങ്ങട്ടിന്റെ എടുക്കരുത് കേട്ടോ. ഇത് മര്യാദക്ക് ഇജ്ജ് എടുത്തോണ്ടായിട്ട് ഇജ്ജ് റോസപ്പൂ കൊണ്ടുവന്ന ഇവിടെ. അത് ചുമപ്പോ അല്ലെങ്കിൽ റോസ ഏതാച്ചാ കൊണ്ടുവന്നോന്ന്. മഞ്ഞപ്പൂ ഇവിടെ വേണ്ട എന്നെ. പിന്നെ ഇക്ക് പറയണ്ട. പിന്നെ ഞാൻ പറയൂ. ശരി അജ്ജ് വെക്കിജ് വെക്കിജ്. ന്യായം പറഞ്ഞു. അല്ല പിന്നെ ഈ ഹാലാക്ക് ഉമ്മർത്തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണ കാര്യങ്ങളപ്പോ ഇത് നോക്കി. ഇതുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് കാണണ്ട ഇവിടെ. ഇങ്ങനെ ചതിച്ചു പോയേക്കാ. എന്താ പേര്? ആര് ചോദിച്ചേ? ഇന്ത്യ നമ്മളെ ചതിച്ചു പോയേക്കാ.
എന്ത് ചൈക്കച്ച് വെറുതെ രാജ്യദ്രോഹം പറയല നമുക്ക്. ഇല്ല കോയക്ക, നമ്മുടെ അർജന്റീന ഇന്ത്യയും കൂടി സൗഹൃദ മത്സരം കളിക്കാന്ന് അർജന്റീന താല്പര്യം ചോദിച്ചപ്പോ ഇന്ത്യ വേണ്ട വരണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ അർജന്റീന? നമ്മുടെ മെസ്സിയുള്ള അർജന്റീന ഇന്ത്യയിൽ കളിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് വേണ്ടാന്ന് പറയേ? വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലബിൽ വലിയ ചർച്ച നടക്കണം. നമ്മുടെ ഭാഗം പറയണ കോയൊക്കെ വേണങ്ങൾ കേറിയേ. ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി പോവായിരുന്നേ. ഇക്കൊക്കെ കുട്ടിയാണോ വലുത്, നമ്മുടെ മെസ്സിയാണോ വലുത്? മെസ്സേജ് വണ്ടി എടുക്കും. അത് ശരി, കളിക്കാൻ പറ്റില്ലാന്ന്. ആഹാ, അത് നമുക്കൊന്ന് കാണണല്ലോ. വണ്ടി തിരിച്ചു വെച്ച് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കയറിയിട്ടില്ല. ഇരുന്നാ വിട്ടോ. എന്തിനിപ്പൊ എങ്ങനെ പറയണത്? അതൊക്കെ നമുക്ക് വഴിണ്ടാക്കടാ. വണ്ടി എടുക്കുന്നേ. അതെ, കോയ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പന്നല്ലേ? കോയയുടെ വീട്ടിലുണ്ട്, ഞങ്ങള് കണ്ടതല്ലേ. ഞങ്ങൾ വരും നിങ്ങളെ കൂടെ. സുറാ, ഞാനൊന്ന് അങ്ങാടി വരെ പോയിട്ട് വരേ. ആ തന്തപ്പടി അവിടെ ഉണ്ട്. എന്തേലും ചോദിച്ചാൽ നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അല്ല, കോയല്ലേ ഇവിടെ? ഓൻ ഇവിടെ ഉണ്ടാവലുണ്ടോ? അല്ല, ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോ ഭാര്യ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടേക്കൊന്നും വന്നില്ല. ഓൻ തോന്നിയമാതിരി നടക്കുക. അവന്റെ ഭാര്യയും കുട്ടിയുണ്ട് ഇവിടെ. അതെ. ഇതെന്താ പൈന്തുള്ളി കയറ്റി പോന്നിക്കണ? അല്ല, ഇത് കുട്ടിക്ക് കിടക്കാനുള്ളതാണ്. ആ കുട്ടീനെ കാണാൻ വന്ന? അതെ, കാരണം പ്രസവിച്ചത് അറിഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞങ്ങളുടെ ക്ലബിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഒരു മാസേ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഒന്ന് ഫ്രീ ആയി. അപ്പൊ കുട്ടീനെ ഒന്ന് കണ്ടിട്ട് വാച്ചിട്ട് കഴിഞ്ഞിട്ട് പോകാന്നല്ലോ. വരി സൂറാ, വരി വരി, ഇങ്ങോട്ട് തിരികെ ഇരിക്കി. കോയന്റെ കുറച്ച് ചങ്ങായിമാര് കുട്ടീനെ കാണാൻ വന്നിക്കണ്. ഞാനാ സുഗതനാ. അജ്ജി സുഗതേ. ഇവന്റെ പേരെന്തേനി? പാവയോ? പോത്തു വലയായിട്ട് ഇപ്പോഴും വാവാ തന്നെ വിളിച്ചത്. ഇജ്ജി കളപ്പിടിച്ചനെ പോനല്ലേ? മോനെ. ബാബാ കുട്ടീനെ കേട്ടോ. അല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പൊ കോയ കുട്ടിയെ കാണാൻ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഓന് ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നുമില്ല, ബൈക്ക് വന്ന് കാണില്ല. അപ്പൊ നാളെ കുട്ടിക്ക് ഒരു മഞ്ഞ വന്ന്, അങ്ങനെ ആശുപത്രിയിലായപ്പോ ആടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോയതാ. പിന്നെ ബൈക്കും വന്നില്ല. അനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട്, ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ചെങ്ങായി എന്ന് പറഞ്ഞാല് അവന് ഉത്തരവാദിത്തം ഉണ്ട്. എവിടെ ഉണ്ട് അവൻ? എന്നും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ വരുന്നുണ്ടല്ലോ. ഈ ഫുട്ബോൾ കളിക്കാൻ പോണെന്നാണോ ഉത്തരവാദിത്തം? ആണോ? ഇവിടെ പെരയിൽ ഒരു ഭാര്യ ഉണ്ട്, ആ ഭാര്യക്ക് ഒരു കുട്ടിയുണ്ട്. ഓരോന്ന് വന്ന് നോക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അത് വേണം. അത് ഇല്ലാന്നാ ഞാൻ പറഞ്ഞേ. സൂറാ, വരണ. ആഹാ, കുട്ടിക്കോയ. കുട്ടിക്കോയല്ല, സുക്കൂർ. സുക്കൂറിന്റെ പേര്? സുക്കൂറാണ്. എവിടെ നോക്കട്ടെ. അയ്യടാ, നല്ല ഉറക്കല്ലേ? അത് ശരി. അപ്പൊ പകലുറക്കാണ്, അപ്പൊ രാത്രി ഉറക്കല്ല? രാത്രി കരച്ചിലാണ്. അല്ല, അത് നല്ലതാ. വേൾഡ് കപ്പ് ഒക്കെ രാത്രിയാണേ, അപ്പൊ സുഖമായിരുന്നു കാണാലോ അവനെ. നോക്കി കണ്ടൊരു ഫോട്ടോ എടുക്ക്. ഒരു കിടക്കൊക്കെ കൊണ്ടുവന്നിക്കണേ. നീ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങനെ എടുത്തോളി. എടുത്താ നീ വേറെത് കൊണ്ട് അത് പോയിക്കോ. കിട്ടിയില്ലേ? ഫോട്ടോ കിട്ടിയ എല്ലാ ഗ്രൂപ്പിലും ഇടണേട്ടാ. അടിയിൽ എഴുതണം, കോയയുടെ പൊന്നുമോനെ ബ്രസീൽ ഫാൻസിന്റെ സ്നേഹോപഹാരം. ഇതാണ് കുട്ടി. അതെ അല്ലേ? അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഇറങ്ങാൻ പറ്റേ? എന്തേ കഴിച്ചിട്ട് പോയോ നീ? അല്ല, അത് കൊച്ചിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമല്ലോ, അപ്പൊ ഞങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കാം. അതപ്പൊ കഴിക്കണോ? ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ഇവിടെ പിന്നെ ബീഫും പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫും പത്തിരി ഉണ്ട് ഇവിടെ, അത് കഴിച്ചിട്ട് പോവാ. ബീഫും പത്തിരിയും. ബീഫും പത്തിരിയും നല്ല ചേർച്ച അല്ലേ? അതാ ഞാൻ പറഞ്ഞേ കഴിച്ചിട്ട് പോവാന്ന്. എന്നാ പിന്നെ കഴിച്ചിട്ട് പോവാ. അല്ല, ആയിട്ടില്ല. ബീഫ് ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളൂ. ആ വലിയ കസനായിട്ടാ തന്നിരിക്കണേ. ആ ഒന്ന് ചെറുതാക്കി മുറിക്കണം, എന്നാലേ കറിക്ക് ഉസാറാവുള്ളേ. അപ്പൊ രണ്ടാളത് മുറിക്കുമ്പോ ആ കറി വെച്ചാൽ മതി. പത്തിരി റെഡിയാണ്. ആ കഴിഞ്ഞിട്ട് തിന്നിട്ടൊക്കെ പോവാ. സമയം ഉണ്ടല്ലോ നമുക്ക്, ഞായറാഴ്ചല്ലേ. വാ. അല്ല, എന്താ നോക്കിക്കണേ? പോരി കൊണ്ട്. അതെ, വരികയാണ്. മൂന്നാളും കൂടെ പോരില്ല, പെട്ടെന്ന് തീരും പണി. പണിയായി. സൂറാ, ആ ബീഫ് ഞങ്ങൾ ഉണ്ടായിക്കോളാം. വരെ കിട്ടിക്കണം. വാ, പോര്.
അതെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അർജന്റീനയിലെ പോലെ ഒരു ടീമിനെ ഇവിടെ കളിക്കാൻ കൊണ്ടുവരണമെങ്കിൽ രൂപ എത്ര ചെലവാകും അറിയോ? 1-2 രൂപയല്ല, പോയാ 40 കോടി രൂപ വേണം. 40 കോടി രൂപ. എത്ര? ഫോർ ദി കോസ്. അതെ, 40 കോടി റുപ്യ വേണം. പോയൊക്കെ 40 കോടി എന്ന് പറഞ്ഞപ്പോ വലിയ ഫണ്ടൊന്നും അല്ല. ഇതിൽ കൂടുതൽ പൈസ പ്രതിമനെ ഉണ്ടാക്കി കാക്കനെ കൊണ്ട് തൂറിക്കാൻ സർക്കാർ കളയണ്ടല്ല. കളയണില്ലേ? പ്രതിമയെ കുറിച്ച് പറയല്ലേ? പ്രതിമേന്റെ ഒരു വിഷമം മനസ്സിലാണെങ്കിലേ നീ മരിക്കണം, എന്നിട്ട് നീ ഒരു പ്രതിമയാവണം. എന്നിട്ട് വെയിലത്തും മഴയത്തും നിൽക്കുമ്പോ അപ്പൊ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. എന്താ ഈ ഈ പറഞ്ഞ അത് അത്ര ശരിയുള്ള കാര്യമല്ല. പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ട് ലക്ഷങ്ങൾ. അത് ടൂറിസം പ്രൊമോഷനായിട്ടാണ് അവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം. പിന്നെ കാക്കയ്ക്ക് 100 പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ കേരളത്തിൽ. എന്നാ ഇതും അതേമാതിരിക്ക് തന്നെയാണ്. നന്നായി കായ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, അർജന്റീനയുടെ കളി നമ്മുടെ ഇന്ത്യയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള സകല ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തൂലോ. ഇവിടെ എത്ര കായ് ഇവിടെ കൊയ്യാൻ പറ്റുവെച്ചിട്ടാ ഈ ഫ്രീ ആയിട്ട് വന്ന് കളിച്ചൂടെ? ആർക്ക് ഫീസ് വെച്ചില്ലമ്മ? ഇല്ലല്ലോ. 2000 ലാഭം കിട്ടിയ തെജാല് അത് ഇവിടുത്തെ ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സിലെ ക്ലബിലെ കളിക്കാരല്ല. ഇത് ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കുന്ന കളിക്കാരാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് എന്തായാലും കേന്ദ്രം മുൻകൈ എടുക്കൂല അർജന്റീന ഇവിടെ കൊണ്ടുവരാനായിട്ട്. അതെന്താണ് സമ്മതിക്കാത്തത്? അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ. നമ്മുടെ നാടിന്റെ ഫുട്ബോൾ വികാരം എന്താന്ന് അറിയിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തങ്ങൾ എഴുതണോ? നിങ്ങൾ കത്തെഴുതേ ഫോൺ വിളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? അന്ന് ഇന്ന് തന്നെ എഴുതണം. സ്വരൂപ് ഒരു പേപ്പർ മേൻ എടുത്ത് കൊടുത്തേ. എഴുതിക്കോ. പിന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പോയേക്കാ. ഇതറിയില്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിയാ പറഞ്ഞോ, നിങ്ങൾ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാ. എഴുതിക്കോ. അല്ലന്റെ പ്രധാനമന്ത്രിയെ എഴുതിക്കോട്ടാ. എന്ത് കളിയാ നിങ്ങൾ കളിക്കണേ? മെസ്സി എന്ന് പറഞ്ഞ ആരാന്നാ നിങ്ങൾ വിചാരിക്കണേ? ലോകകപ്പ് ടൂർണമെന്റിൽ ഇത്ര വലിയൊരു കളി ആരാത് ഇവിടെ ബഹളം ഉണ്ടാക്കണേ? എഴുതിക്കോ. ലോകകപ്പ് ടൂർണമെന്റിൽ മഹാനായ ഒരു കളിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് സമ്മതിക്കല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അല്ലേ? അല്ല പോയേക്ക, ഇത് നിങ്ങളുടെ ഭാര്യക്ക് എഴുതണ കത്തല്ല. അതെ, ഇത് പ്രധാനമന്ത്രിക്ക് അയക്കണ കത്താണ്. കുറച്ചുകൂടെ മര്യാദയും ബഹുമാനത്തോടു കൂടി വാക്കുകൾ ഉപയോഗിക്കും. ഞാൻ എന്ത് കുറ്റം പറഞ്ഞ്? കുറച്ചുകൂടെ ബഹുമാനത്തോടു കൂടി എഴുതി. ഇത് എന്ത് വാചകമാണിത്? അല്ല, ഭാഷയൊക്കെ കറക്റ്റ്. ഒന്നും കൂടി ഒന്ന് വിനയമായിട്ട് ചെയ്യണമെന്നുള്ളൂ. എഴുതിക്കോ. ബഹുമാനം അത് മാറ്റി വേറെ എഴുതും. അത് മാറ്റിക്കോ. വ്യാകരണം, ലാസാഗു, ഉച്ചാരണം ഒരു ക്ലബിൽ കൊടുക്കാത്ത സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അല്ലന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ. അല്ലന്റെ വേണ്ട, അല്ലന്റെ വേണ്ട, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. എന്നായിക്കോട്ടെ.